എന്തോ ചോദിച്ചോളി. അതിലുള്ള മറുചോദ്യം ഞങ്ങൾ മറന്നോണ്ട് ഞാൻ പിന്നെയും പറയാം. ആയിക്കോട്ടെ. സ്വമതീയത്തെ ആരോപിക്കാതെ. ശരി. അപ്പൊ ഈ സൈഫിന്റെ വിഷയം തീർന്നല്ലോ. അല്ല, സൈഫിന്റെ വിഷയം എന്തായി? അദ്ദേഹത്തിനെ കുറിച്ച് ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മറ്റൊക്കെ അഭിപ്രായമുണ്ടോ? തഖ്രീബ് തഹ്ദീബ് ആ ഗ്രന്ഥം ഞാൻ കണ്ടതിന് ശേഷം പറയാം. ആയിക്കോട്ടെ. നിങ്ങളൊന്ന് ഫോൺ വിളിക്കണം നോക്കി. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഏതായാലും ഇപ്പൊ നിങ്ങൾ ഇനി പറയുമ്പൊന്നും ചോദ്യമല്ല. അത് തഖ്രീബ് തഹ്ദീബ് പേജ് വേണമെങ്കിൽ എഴുതി വെച്ചോളിയും. 1344 തഖ്രീബ് തഹ്ദീബ് എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇനി റഹബി എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. അത് പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ അംഗീകരിക്കുന്ന ആളാണ് റഹബി. അദ്ദേഹം പറയുന്നത് എന്താണോ? കാന അഖ്ബാരിയൻ ആരിഫൻ, പരിചയ സമ്പന്നനായ ചരിത്രകാരനാണ് സൈഫ്. എന്നാൽ വന്നു മീസാനുൽ ഇഅ്തിദാലിന്റെ 2ാം വാള്യം 252 പേജിലും തഖ്രീബ് തഹ്ദീബിന്റെ 1ാം വാള്യം 344 പേജിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൈഫ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഹദീസിലില്ല. ഇനി വേറൊരു ഹദീസിൽ സൈഫ് ഉണ്ട് നിൽക്കുക. എന്നാ വേറൊരു ഹദീസ് സൈഫ് ഉള്ളതുകൊണ്ട് സൈഫ് ഇല്ലാത്ത ഹദീസ് ലൈഫാവൂല, അതും കൂടി സ്വഹിയാവുന്നല്ലാതെ. ഹദീസ് നിദാന ശാസ്ത്രം എന്താണ്? 2 ഹദീസ് ഉണ്ട്. ഇതിൽ ലൈഫരായ ആളുണ്ട്, ഇതിൽ ലൈഫരായ ആളില്ല. ഇങ്ങനെ ഇതിലുള്ളതുകൊണ്ട് ഇത് ലൈഫാവൂല. ചിലപ്പോ ഇതും കൂടെ ഏതാവും? മറ്റൊരു പരമ്പര സ്വഹിയായ പരമ്പര ഉള്ളതുകൊണ്ട് ഇതും കൂടെ സ്വഹിയാവുന്നല്ലാതെ മറ്റും കൂടെ ലൈഫാകാന്നുള്ള ഒരു നിദാന ശാസ്ത്രം ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല.